വളരെ വേഗത്തിൽ ചലിക്കുവാനും ദിശ മാറുവാനുമുള്ള കഴിവാണ് ചീറ്റപ്പുലിയെ ലോകത്തിൽ ഏറ്റവും വേഗതയുള്ളത് എന്നെ ഒന്നാമതായി കാണിക്കുന്നത്. കുട്ടികളുടെ ചെറിയ രീതിയിലുള്ള ഒരു കരാട്ടെ പ്രദർശനം ആരംഭിക്കുകയാണ്. ചെറിയ രീതിയിൽ ശരീരം വാമപ്പ് ചെയ്ത എക്സർസൈസുകളാണ് വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളിപ്പോൾ. ശരീരത്തെ ഒരുക്കുവാനുള്ള ലഘുവായ വ്യായാമ മുറയാണ് വാമിംഗ് അപ്പ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിലെ പേശികളെ അയക്കുക, ഊഷ്മാവ് വർദ്ധിപ്പിച്ച് അതിവേഗ ചലനത്തിന് തയ്യാറാക്കുക, അതിനാവശ്യമായ രക്തവും ഓക്സിജനും ലഭ്യമാക്കുവാനുള്ള വഴി തുറക്കുക, സന്ധികളെയും സ്നാനുക്കളെയും വഴക്കമുള്ളതാക്കി പരിക്കിൽ നിന്ന് സംരക്ഷിക്കുക എന്നിവയ്ക്ക് വേണ്ടിയാണ് വ്യായാമങ്ങൾ ചെയ്യുന്നത്. വളരെ വേഗത്തിൽ ചലിക്കുവാനും ദിശ മാറുവാനുമുള്ള കഴിവാണ് ചീറ്റപ്പുലിയെ ലോകത്തിൽ ഏറ്റവും വേഗതയുള്ളത് എന്നെ ഒന്നാമതായി കാണിക്കുന്നത്. വളരെ വേഗം ശരീരം ചലിപ്പിച്ചുകൊണ്ട് ദിശകളിലേക്ക് ശരീരത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് വിവിധ ദിശകളിലേക്ക് ചലിക്കുവാനുള്ള ഒരാളുടെ കഴിവിനെയാണ് ചുറുചുറുക്കി എന്ന് പറയുന്നത്. കരാട്ടയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളരെ വേഗത്തിലുള്ള ചലനങ്ങളും വളരെ വേഗം ദിശ മാറുവാനുള്ള ഒരു കഴിവാണ് ഒരു കുട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ആവശ്യമായി വരുന്നത്. അതിനുവേണ്ടിയുള്ള വളരെ ലഘുവായ ചില വ്യായാമ മുറകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ യോഗാസനത്തിലൂടെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാകാം. ഇത് യോഗാസനമായിട്ടല്ല ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നത്, ഇവിടെ ചെറിയ ചെറിയ എക്സർസൈസുകളായിട്ട്. ഈ വ്യായാമത്തോടൊപ്പം തന്നെ യോഗാസനങ്ങൾ ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, യോഗാസനം ചെയ്യുമ്പോൾ യോഗ മാത്രമേ ചെയ്യാവുള്ളൂ, മറ്റൊരു എക്സർസൈസും കൂടെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് യോഗാസനത്തിലൂടെ വരുന്ന എക്സർസൈസുകളായി ഞങ്ങളിതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യായാമത്തോടും ഇപ്പൊ യോഗയിലുള്ള ആസനങ്ങളിലുള്ള ചെറിയ ലഘുവായ ആസനങ്ങളും കൂടെ ഇവിടെ കൂട്ടിച്ചേർക്കുമ്പോൾ കുട്ടികളിൽ ഏകാഗ്രത കൈവരുന്നു, പിരിമുറുക്കങ്ങൾ കുറഞ്ഞ് മനസ്സ് വളരെ ശാന്തമാകുന്നു, അവയവങ്ങൾക്ക് ബലിഷ്ഠവും ശക്തിയും ഉണ്ടാകാൻ സഹായിക്കുന്നു, ശരീരത്തിലെ അന്തസ്രാവ ഗ്രന്ഥികളുടെ പ്രവർത്തനം സന്തുലനമാക്കാൻ സഹായിക്കുന്നു, മനസ്സിനും ശരീരത്തിനും ഉണർവും ഉന്മേഷവും ലഭിക്കുന്നു. ഈ വ്യായാമങ്ങളിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ്. ഫ്ലെക്സിബിലിറ്റിയുള്ള ഒരു ബോഡിയോടൊപ്പം
ഇങ്ങനെ കുട്ടികൾക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യായാമത്തിലൂടെ കുട്ടികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. യോഗാസനത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായ പഞ്ചമഹാസനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പത്മാസനം. പത്മാസനത്തിൽ ഇരുന്നു കൊണ്ട് വിവിധ രീതിയിലുള്ള എക്സർസൈസുകൾ, ഇത് ആസനവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ തന്നെ ഞങ്ങൾ ഇത് എക്സർസൈസ് ആയിട്ടുള്ളതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഞങ്ങളിവിടെ കുട്ടികളുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഹിപ്പ് ടൈറ്റ് ആകുകയും കുട്ടികളുടെ കൈയുടെയും കാലിനും ചലനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള എക്സർസൈസുകളൊക്കെ ഇവിടെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്നും കിട്ടാത്ത അത്രയും ശാരീരിക സൗഖ്യവും മനഃശാന്തിയും കരാട്ടെ പരിശീലനത്തിലൂടെ ഒരു കുട്ടിക്ക് കൈവരിക്കാൻ സാധിക്കും. കാരണം ശക്തമായ ശ്വാസം ഉള്ളിലേക്ക് പോവുകയും വലിക്കുകയും വിടുകയും ചെയ്യുന്നതുകൊണ്ട് ശ്വാസകോശങ്ങൾക്കുണ്ടാകുന്ന കരുത്തു മൂലം കിതപ്പറിയാതെ അധ്വാനിക്കാനുള്ള കഴിവുണ്ടാകുന്നു. രോഗനിവാരണത്തിനും ഉപരിയായ രോഗപ്രതിരോധത്തിനും പ്രയത്നശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഒരു കരാട്ടെ പരിശീലനം ഉണ്ടാകുന്നു. ബാഹ്യപേശികൾ മാത്രമല്ല, ആന്തരിക അവയവങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ശക്തമാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശരീരവും മാനസികവുമായ പിരിമുറുക്കം ഇല്ലാതാകുന്നതോടെ മനഃശാന്തിയും ദീർഘായുസ്സും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ശരീരത്തിലെ നാഡീ ഞരമ്പുകളെ നിയന്ത്രിക്കുന്ന നട്ടലിന്റെ ചലനശേഷി വർദ്ധിപ്പിക്കുന്നതിനാൽ യൗവനം നിലനിർത്താൻ കഴിയുന്നു. തൈറോയിഡ്, പാരാതൈറോയിഡ്, പിറ്റ്യൂട്ടറി തുടങ്ങിയ സൂക്ഷ്മ ഗ്രന്ഥികളെ പോലും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും സംരക്ഷിക്കുവാനും ഇതിന് സാധിക്കുന്നു. കരാട്ടെ പരിശീലിക്കുമ്പോൾ കൂടുതൽ പ്രാണവായു ഉള്ളിൽ ചെല്ലുന്നതിനാൽ രക്തത്തെ കൂടുതലായി ശുദ്ധീകരിക്കുവാനും ഉള്ളിലെ മാലിന്യത്തെ പുറത്തു കളയുവാനും ചെയ്യാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ നാഡികളും ശുദ്ധീകരിക്കപ്പെടുന്നു. ആയതിനാൽ മാനസിക ശക്തിയും മനഃശാന്തിയും നൽകുന്നു. സ്വഭാവ രൂപീകരണത്തിൽ കരാട്ടയ്ക്ക് അത്രമേൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാം. ഇതെല്ലാം ഒരു കരാട്ടെ പരിശീലനത്തിലൂടെ കുട്ടികൾക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് ഞാൻ പറഞ്ഞു. ശരീരത്തിന്റെ വളർച്ച, ശരീരത്തിലുണ്ടാകുന്ന കേടുതീർക്കൽ പരിണാമങ്ങൾ, മാനസിക വളർച്ച, ലൈംഗിക ശേഷി എന്നിവയൊക്കെ സഹായിക്കുന്ന വിഷാംശങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നതും തൈറോയ്ഡാണ്. പാരാതൈറോയ്ഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് വേണ്ടുന്ന കാൽസ്യത്തെ ഉപയോഗിക്കാൻ, നാഡീവ്യൂഹത്തെ പ്രവർത്തിക്കുവാനും സഹായിക്കുന്നതാണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് വളർച്ചയെ നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ ലഘുവായ വ്യായാമങ്ങൾ യോഗ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നു.
വളരെ തിരക്കൊട്ടുള്ള ജീവിത രീതികളുള്ള ഈ കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് മനസ്സ് സംഘർഷകുലമാകുന്ന ഒരവസ്ഥ എല്ലാവർക്കുമുണ്ട്. ഇത്ര വളരെ തിരക്കുള്ള ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് വ്യായാമങ്ങൾ അല്ലെങ്കിൽ കരാട്ടെ പോലുള്ള പരിശീലനങ്ങൾ ഏർപ്പെടുന്നത്. മനസ്സ് സംഘർഷകുലിതമാകുമ്പോൾ ശരീരം ഫ്ലൈറ്റ് ഓവർ ഫൈറ്റ് സിംറ്റംസിന് വിധേയമാകുകയും ഇതിന്റെ ഫലമായി രക്തത്തിൽ ചേരുന്ന ഹോർമോണുകളും പഞ്ചസാരയും ശരീരത്തെ ഊർജ്ജവൽക്കരിക്കുകയും ഈ രക്തസ്രോതസ്സുകൾ ഉപയോഗിക്കാതെ രക്തത്തിൽ അവശേഷിച്ചാൽ ശരീരത്തിന് ഹാനികരമാകുന്നു. ഈ ഹോർമോൺ പഞ്ചസാരയും മറ്റും പുറത്തു പോകുന്നത് വിയർപ്പിലൂടെയാണ്, ശരീരത്തിൽ അടിഞ്ഞുകൂടാതെ. അതിന് വ്യായാമം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.